പഠനമൊക്കെ കഴിഞ്ഞ് വേഗം ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മളെല്ലാവരും. പക്ഷെ ഒരുപാട് വർഷം കാത്തിരുന്നിട്ടും ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥയോ? ഇതുപോലെ 3 വർഷം കാത്തിരുന്നിട്ടും ജോലി കിട്ടാതെ വന്നപ്പോൾ സഹി കെട്ടൊരു യുവാവ് ലിങ്ക്ഡിനിൽ ഇട്ട പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ്. തന്റെ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു എന്ന കുറിപ്പോടെയാണ് സ്വന്തം ഫോട്ടോ യുവാവ് പോസ്റ്റ് ചെയ്തത്. എന്തായാലും പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. ആതിര പുതുവയിൽ ചേരുന്നുണ്ട് തത്സമയം. ആതിര, കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു തമാശയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു തൊഴിലില്ലായ്മ എന്നുള്ളത് കുറച്ച് കഷ്ടപ്പെട്ടൊരവസ്ഥയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് അലഞ്ഞിട്ടും ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആ യുവാവിനുണ്ടായേക്കാവുന്ന മാനസിക സമ്മർദ്ദം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ചോദ്യം വരും, ജോലിയൊന്നും ആയില്ലേ എന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഈ ഒരു പോസ്റ്റ് ഇടുന്ന അവസ്ഥയിലേക്ക് ആ യുവാവിനെ കൊണ്ടെത്തിച്ചതും. എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ ഉത്ഭവം? ഈ ഒരു യുവാവ് എത്ര നാളായി ജോലി അന്വേഷിക്കുന്നുണ്ട്? ഹിമ 3 വർഷമായിട്ടാണ് ബംഗളൂരുവിലുള്ള ഈ ഒരു സ്വദേശി ഈ ജോലി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. ഈ 3 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു ജോലി പോലും കിട്ടിയില്ല. അയാൾ തന്നെ പറയുന്നുണ്ട്, തൻ്റെ ലിങ്ക്ഡിൻ ഇൻബോക്സിലൊന്നും ആൾക്ക് ഒരു എൻക്വയറി അങ്ങനത്തെ ഒരു സംഭവങ്ങളും വന്നിട്ടില്ല. പല ഇൻ്റർവ്യൂവിനും പുള്ളി പോയിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്നൊന്നും തിരിച്ചൊരു റെസ്പോൺസോ റിപ്ലൈയോ ഒന്നും അദ്ദേഹത്തിന് വന്നിട്ടില്ല. 3 വർഷം ഒരാൾ ജോലിയില്ലാതെ ഇരിക്കുക എന്ന് വെച്ചാൽ അത് എത്രത്തോളം മാനസിക സമ്മർദ്ദം ഏൽക്കുന്ന പരിപാടിയാണെന്ന് നമുക്കറിയാമല്ലോ. ഹിമ പറഞ്ഞതുപോലെ പഠിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച എടുക്കില്ല. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കുന്നത് ജോലിയൊന്നും ആയില്ലേ. ഒരു മാസം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോ ചോദ്യങ്ങളാണ് നാട്ടുകാരുടെ സൈഡിൽ നിന്ന് നമ്മൾക്ക് കേൾക്കുന്നത്. പക്ഷേ ഈ പുള്ളി ഇങ്ങനെ ഒരു ഇത് ഇടുമ്പോഴും ലിങ്ക്ഡിനിൽ പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് മെസ്സേജുകൾ വന്നു. ഇതിന് താഴെ തന്നെ കുറേ കമൻസ് വരുന്നുണ്ട്. പ്രൊഫഷണലായിട്ട് വേണം ജോലി നോക്കാൻ, അല്ലാതെ ഇതുപോലെ ഇമോഷണൽ ആയിട്ടല്ല. പിന്നെ പുള്ളി ആഗ്രഹിച്ചതുപോലെ തന്നെ കുറേ നല്ല കമൻസ് വരുന്നുണ്ട്. പുള്ളിയെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, തന്നെ അങ്ങോട്ട് മെസ്സേജ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു രാജ്യത്തിൻ്റെ ഈ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ തന്നെയാണ്. ഇപ്പോൾ PSC നോക്കുവാണെങ്കിലും SSC നോക്കുവാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് പേര് വർഷങ്ങളോളം ഇതിരുന്ന് പഠിച്ച് അവസാനം കുറേ വർഷം കഴിഞ്ഞ് ജോലി കിട്ടുന്നവർ കണ്ടാവും. അതൊക്കെ ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ ജോലി കിട്ടില്ല. ഒരുപാട് കഷ്ടപ്പാടുകളിലും ചിലപ്പം വർഷങ്ങളോളം എടുക്കും. പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ അദ്ദേഹം കാത്തിരുന്ന ഒരു ജോലി ചിലപ്പോൾ ഉടനെ കിട്ടിയേക്കുമെന്നാണ് തോന്നുന്നത്. അതുപോലെയാണ് അതിന് താഴെ വരുന്ന കമൻസ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അതിന് എന്തായാലും ആ യുവാവിന് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടട്ടെ, സന്തോഷത്തോടെ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയട്ടെ എന്നുകൂടി നമ്മളും ഇതോടൊപ്പം ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ പോസ്റ്റ് കണ്ടിട്ട് വളരെ വേദന തോന്നുന്നു. അപ്പം എന്തായാലും തൊഴിലില്ല എന്ന് കരുതി അത്ര വിഷമിക്കുകയൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് അത് ശരിയാവുക തന്നെ ചെയ്യും. മറ്റേ കടുങ്കയൊന്നും ചെയ്യാതിരിക്കുക. ഒരു പോസ്റ്റ് ഇട്ട കണക്ക് ഇനിയൊരു തൊഴിലന്വേഷണത്തിൽ ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പം എന്തായാലും ഇനിയും ജോലി അന്വേഷിക്കുക. ആ ഒരു കാര്യം നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചോദ്യങ്ങൾ ചോദിച്ച് ജോലിയൊന്നും ആയില്ലേ മോനെ എന്നുള്ള ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി മറ്റുള്ളവരെന്നേ ഉള്ളൂ. ശരി ആതിര.